ഹലോ ഗൈസ്, ജിതിനാണ് യുവർ സ്പിരിച്വൽ ബഡി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് സിമ്പിളായിരുന്നു. ഇതാണ് ആ മെസ്സേജ്: ചേട്ടാ, എനിക്ക് 5 കൊല്ലമായിട്ട് ആരോ കൈവശം തന്നതായിട്ട് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. ചേട്ടൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ കല്ല് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പോയിട്ട് ഞാൻ പഴയ പോലെ ആവുമെന്ന് വെച്ചു. എൻ്റെ മുഴുവൻ വീഡിയോസ് കാണാത്തതിൻ്റെ പ്രശ്നമാണ് എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ പറയുന്ന കൈവശമോ അല്ലെങ്കിൽ ആഭിചാരമോ കൂടോത്രമോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഫുള്ളായിട്ട് എടുത്ത് മാറ്റണം. മാറ്റിക്കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ യാതൊരു കാര്യമില്ല. ഇല്ലെങ്കിൽ എന്താ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കല്ല് മേടിച്ച് നിങ്ങളുടെ കൈ മുട്ടുന്നതിന് തുല്യം മാത്രമേ ഉള്ളൂ. അതിന് വേറെ കാര്യമായിട്ടൊരു പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല എന്നേ ഞാൻ പറയുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൈവശം കിട്ടി എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൈവശം എന്ന് പറയുന്നത് ചിലപ്പോൾ പൊടിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലോട്ട് പോകുന്നത് ചിലപ്പോൾ പൊടിയാവാം, അല്ലെങ്കിൽ വല്ല നെയ്യിൻ്റെ രൂപത്തിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുള്ളൂ പോകുന്നത്. നിങ്ങൾ പോലും അറിയാണ്ട് വല്ല പായസത്തിനകത്തോ അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിനകത്തോ മധുരത്തിനകത്തോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയിനകത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നിങ്ങളുടെ വയറ്റിലോട്ട് പോകുന്നത്. ഇത് അപ്പോൾ പലരും ചോദിക്കും, ഇത് കുറച്ച് കളയുമ്പോൾ എൻ്റെ പവർ പോവില്ലേ, ഇതിൻ്റെ നമ്മുടെ ബോഡിക്കുള്ളിൽ നിന്ന് പോവില്ലേ എന്ന് ചോദിക്കും. പോവില്ല, അതിൻ്റെ പവർ പോവില്ല എന്ന് ഞാൻ പറയുള്ളൂ. കൈവശം എന്ന് പറയുന്നത് ഈ ദ്രാവകം അല്ലെങ്കിൽ ഘനരൂപത്തിലുള്ള സാധനം മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു മൂർത്തിയുണ്ട്, ഒരു ദുർമൂർത്തിയുടെ പവറും കൂടിയുണ്ട്. ഈ ദുർമൂർത്തിയുടെ പവർ ഉള്ളിടത്തോളം കാലം നമുക്ക് ഈ പറയുന്ന മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ പല പല പ്രശ്നങ്ങളും വരും. ഇത് നമ്മൾ നീക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതവിടെ കിടന്ന് ഇരുന്നിരുന്നിൻ്റെ പവർ കൂടുകയുള്ളൂ. പയ്യെ പവർ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. നമ്മളിത് പ്രോപ്പറായിട്ട് എടുത്ത് മാറ്റിയിട്ട് പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ നമുക്കിത് വരാണ്ടിരിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എന്തുകൊണ്ടാണ് സ്പിരിച്വൽ ജേണിയിൽ വരാനുള്ള കാര്യം. അതായത് നമ്മളിതെടുത്ത് നമ്മുടെ കുലദേവതനെ ആചരിക്കാണ്ട് വരുമ്പോഴാണ് ഈ പറയുന്ന ആഭിചാരവും ദുർമന്ത്രവാദവും കാര്യങ്ങളൊക്കെ നമ്മളിലോട്ട് വരുള്ളൂ. കുലദേവത സ്ട്രോങ് ആണ്. നമുക്ക് കുലദേവതയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുലദേവത നമുക്ക് വരുന്ന പണികൾ, അതായത് ഇമാതിരി പണികളൊക്കെ കുലദേവത തന്നെ തട്ടിക്കളയുമായിരുന്നു. പക്ഷേ കുലദേവത സ്ട്രോങ് അല്ലാണ്ടായി കഴിഞ്ഞപ്പോഴാണ് എന്ത് പറ്റിയത്? കുലദേവത എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡിയൻ, നമ്മുടെ കുലത്തിൻ്റെ ഗാർഡിയനാണ്. അവർ പിന്തിരിഞ്ഞിരിക്കണമെങ്കിൽ ഈ വരുന്ന പണികളെല്ലാം നമ്മുടെ തുറന്നിട്ട ഗേറ്റ് പോലെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരും. പക്ഷേ കുലദേവത സ്ട്രോങ് ആണെങ്കിൽ ആ ഗേറ്റ് അടഞ്ഞടക്കണ്ടോ, നമുക്ക് ഈ പറയുന്ന പണിയും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ സ്പിരിച്വൽ പാത്തിൽ പോകുന്നവർ, വേറൊരു ചോദ്യം വരുന്നു, സ്പിരിച്വൽ പാത്തിൽ പോകുന്നവർക്ക് ഈ പറയുന്ന പണികൾ കിട്ടുമോ, അതായത് ഈ ബ്ലാക്ക് മാജിക്കൊക്കെ കിട്ടുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന കുലദേവതനെ നിങ്ങൾ ആചരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഈ പണികൾ കിട്ടുന്നതും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റുള്ളൂ. അതും വേറൊരു കാര്യമുണ്ട്. സാധാരണ ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷേ സ്പിരിച്വൽ ജേണിയിൽ പോകുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ആ സ്പിരിച്വാലിറ്റി എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് പണി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ പറഞ്ഞായിരുന്നു, സ്പിരിച്വൽ ജേണിയിൽ പോകുന്നവർ ലൈറ്റ് ബോഡി ആക്ടിവേറ്റഡ് ആണ്. പെട്ടെന്ന് ഈ പറയുന്ന ഈയാമ്പാറ്റയുടെ പോലത്തെ പണികൾ നമുക്ക് പെട്ടെന്ന് വരും നമ്മുടെ ഉള്ളിലോട്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ഷൻ എടുക്കണം. കാപ്പ് കെട്ടുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കുക. ദിഗ്ബന്ധനം, അതേപോലെ കുറേ ബന്ധനങ്ങളുണ്ട്, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കുലദേവതനെ നമ്മൾ വേണ്ട രീതിയിൽ ആചരിച്ചു പോവുക മുന്നോട്ട്. കുലദേവത കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ബാക്കിയുള്ള ആരെങ്കിലും നമ്മുടെ ലൈഫിലോട്ട് വരാൻ പറ്റുള്ളൂ. കാരണം അവരാണ് ഈ പറയുന്ന നമ്മുടെ ലൈഫിലോട്ടോ നമ്മുടെ കുലത്തിലോട്ടോ എന്തൊക്കെ വരണം പോകണം എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു ചോദ്യം, അതൊരു വാലിഡായിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന എത്രത്തോളം ഈ ബ്ലാക്ക് മാജിക്ക് നമ്മളിലോട്ട് അഫക്റ്റ് ചെയ്യുന്നത്, ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ അത്രയ്ക്കും ഈ പറയുന്ന ബ്ലാക്ക് മാജിക്ക് അഫക്റ്റ് ആവുന്നില്ല. പണ്ടത്തെ ബ്ലാക്ക് മാജിക്ക് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പണ്ടേ കൊണ്ട് യമലോകത്ത് പോയി, ഞാനൊക്കെ യമലോകത്ത് പോകേണ്ടതാണ്. കാരണം അത്രയ്ക്കും പവർഫുള്ളായിരുന്നു. ഇപ്പം അതിൻ്റെ കാഠിന്യം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് പണ്ടൊക്കെ നമ്മൾ ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്യാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ആഭിചാരവും കൂടോത്രമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ, ആരുടെ പേരിലാണോ ചെയ്യാൻ പോകുന്നത് അവരുടെ നാളും പേരും പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ വെട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ പറയുന്ന പൂജകൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ തൊട്ടടുത്തുള്ള അങ്ങാടി മരുന്നടിയിൽ കിട്ടും. ഒട്ടുമിക്ക സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളാണ് കിട്ടാത്തത്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ആരോ പണ്ടൊരാൾ പേരും നാളും പോലും പറയാണ്ട് വെട്ടിക്കൊണ്ടുവന്നിട്ട് കുറേ നാൾ കിടന്ന് ഉണങ്ങിയ സാധനമാണ് ഇട്ടിട്ടാണ് ഇവരിട്ട് ഹോമിക്കുന്നത്. അതുകൊണ്ടാണ്
നമുക്ക് വലിയ പവർ കിട്ടാത്തത്. 10-11 പവർ മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ 10-11 പവർ തന്നെ അത്യാവശ്യം പവർഫുള്ളാണ്. അപ്പോൾ 10-ൽ 10 കിട്ടിക്കഴിഞ്ഞാലോ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ചെയ്യുന്ന 10-ൽ 10 ചെയ്യുന്നവരുണ്ട്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് പിന്നെ അതിനകത്തൊക്കെ അതോട് ഈ പറഞ്ഞ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതിനെ ചെയ്യാൻ പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. പിന്നെ വേറൊരു ചോദിക്കുന്നത്, ഹിന്ദുയിസത്തിൽ മാത്രമാണ് ഈ പറയുന്ന കൂടോത്രം കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന്. അല്ല, ഒട്ടുമിക്ക എല്ലാ മതത്തിലും ഈ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. വേറെ വേറെ പേരുകളിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഞാൻ ഇതാണ് കൂടുതലും നോക്കി പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി മാത്രമേ അറിയുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി, എനിക്ക് വരുന്ന കുറേ മെസ്സേജുകളിൽ ഞാൻ കണ്ടതിൽ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 90% എബോവുള്ള മെസ്സേജസിനകത്തും ഈ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് അമ്മായിയമ്മമാരാണ്. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ചേട്ടാ എൻ്റെ അമ്മായിയമ്മ എനിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കണേന്ന്. സിമ്പിളല്ലേ? ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് 10, 25, 26 വയസ്സ് വരെ ആറ്റുനൂറ്റ് വളർത്തിയ മോൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്നലെ കയറി വന്നൊരു പെണ്ണിൻ്റെ ഭാഗം കേട്ടിട്ട് ഈ പറയുന്ന അമ്മേനെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കാരണമാണ് അവർ ഈ പറയുന്ന ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന പണി. പക്ഷേ അവർ പോലും അറിയുന്നില്ല ആ പണി കുടുംബത്തിനിട്ട് കിട്ടുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ മകൻ, അതായത് നിങ്ങളുടെ അമ്മായിമ്മയുടെ മകൻ, അതായത് നിങ്ങളുടെ ഭർത്താവ്, അവർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. അതായത് അമ്മായിമ്മയ്ക്ക്, അതായത് നിങ്ങളുടെ ചൊൽപ്പടിയിലാവുമോ അവരുടെ മകൻ എന്നുള്ളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. പഴയ പോലത്തെ സ്നേഹം കാര്യങ്ങളൊന്നും മകൻ ചിലപ്പോൾ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടാവില്ല. ഇത് പയ്യെ പയ്യെ വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തുപറ്റും, അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, അവൻ എൻ്റെ വഴിക്ക് വരണം എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രവാദി എടുത്തിട്ട് പോകും. മന്ത്രവാദി പേരും നാളും കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കും. നിങ്ങളുടെ പേരും നാളും കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കും. എന്നിട്ട് ഒരു ചെറിയൊരു പണി അങ്ങോട്ട് തരും. പക്ഷേ ആ പണി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കെട്ടിയവനും കിട്ടുന്നുണ്ടെന്ന് മാത്രം. പൊസിഷൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു തരം പൊസിഷൻ ഉണ്ടെന്ന്. എങ്ങനെ ഇത് മാറുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആവും. ആ നെഗറ്റീവ് നിങ്ങളുടെ ഹസ്ബൻഡിനും വരും. അപ്പോൾ എന്ത് പറ്റും, ഹോൾ ഫാമിലിയിലോട്ട് ഈ പ്രശ്നങ്ങൾ വരും. എങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് വരാം, ശാരീരികമായിട്ട് വരാം, സാമ്പത്തികമായിട്ട് നല്ലോണവും വരാം. അതേപോലെ ഇത് നിങ്ങളുടെ അമ്മായിയമ്മേനെയും കിട്ടും ഈ പറയുന്ന പണി. കാരണം സാമ്പത്തികവും മാനസികമായിട്ടൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളിൽ മാത്രമല്ലല്ലോ, സാമ്പത്തികം വരുമ്പോൾ അമ്മായിയമ്മയ്ക്കും കിട്ടുമല്ലോ ചെറുതായിട്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫാമിലിയിലോട്ട് എഫക്റ്റ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന ബ്ലാക്ക് മാജിക്കോ കൂടോത്രോ ചെയ്യുന്നവരോട് പറയുന്ന കാര്യം എന്താണ്, ഈ പറയുന്ന അടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ അനുഭവിക്കില്ല എന്ന് മാത്രം, നിങ്ങളിത് കണ്ട് സങ്കടപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒട്ടുമിക്ക എല്ലാ കേസുകളിലും തീരെ സാമ്പത്തികം ഉണ്ടാവില്ല. നമ്മൾ ഇതെടുത്ത് മാറ്റാൻ വേണ്ടി ചില കാര്യങ്ങളിൽ നമുക്ക് ചിലതൊക്കെ സിമ്പിളായിട്ട് എടുത്ത് കളയാൻ പറ്റും. പക്ഷേ ചിലതൊക്കെ നമുക്ക് വലിയ വലിയ പൂജകൾ ചെയ്യേണ്ടി വരും. ഒരു ദുഷ്കർമ്മം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കൂടോത്രം ചെയ്യാൻ വേണ്ടി ആണ് നിങ്ങൾ മുടക്കണമെങ്കിൽ അതെടുത്ത് മാറ്റാൻ ചിലപ്പോൾ 10x പൈസ, അതായത് 10 ഇരട്ടിയൊക്കെ പൈസ നിങ്ങൾക്ക് കളയേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. അമ്മായിയമ്മമാരോടാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം, നിങ്ങളുടെ മകൻ നിങ്ങളെ വിട്ടു പോകുന്നൊരു ഫീലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണായിട്ടാണ് നിങ്ങളുടെ മകനോട് സംസാരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന്. എന്നിട്ട് നിങ്ങൾ തമ്മിൽ രമ്യതയിലെത്താൻ നോക്കുക. അല്ലാണ്ട് ഈ പറയുന്ന കൂടോത്രവും കൈവശവും ആഭിചാരമൊക്കെ ചെയ്ത് വീട്ടിലെ സമാധാനം നശിപ്പിക്കാണ്ടിരിക്കാൻ നോക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇതേപോലത്തെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഡയറക്റ്റ് ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റില്ലെന്നിരിക്കും. കാരണം പല കാര്യങ്ങളിലും കർമാസ് ഇൻവോൾവ്ഡ് ആണ്. ഞാൻ നിങ്ങളുടെ കർമാസിലോട്ട് എത്തി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് എനിക്ക് മേടിച്ച് ഒക്കത്തെടുത്ത് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാത്തത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.